2025 ജനുവരി 15 ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് മുംബൈയിൽ അരങ്ങേറാൻ പോകുന്നത്. അതായത് ഒരു അന്തർവാഹിനിയും 2 യുദ്ധ കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്നു. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം, നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വെല്ലുവിളികൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന തന്ത്രപരമായ സുപ്രധാന മേഖലയായ ഇന്ത്യൻ ഓഷ്യൻ റീജിയണിലെ നാവികസേനയുടെ പോരാട്ട സന്നദ്ധതയെ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കമാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ 6ാമത്തെയും അവസാനത്തെയും കൽവരി ക്ലാസ് അന്തർവാഹിനിയായ വാഗ്ഷീർ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ സൂറത്ത്, സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ നീലഗിരി എന്നിവയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്നത്. 23,562 കോടി രൂപയുടെ പദ്ധതിയായ പ്രൊജക്ട് 75 കീഴിൽ നിർമ്മിച്ച 6 കൽവരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനിയിൽ അവസാനത്തേതാണ് വാഗ്ഷീർ. ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റത്തോടെ MDL നിർമ്മിച്ച ഈ അന്തർവാഹിനികൾ അന്തർവാഹിനി വിരുദ്ധ യുദ്ധങ്ങൾ, ദീർഘദൂര ആക്രമണങ്ങൾ, രഹസ്യാന്വേഷണ ശേഖരണങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ദൗത്യങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ 35,000 കോടി രൂപയുടെ പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ചതാണ് സൂറത്ത്. ഗൈഡഡ് മിസൈൽ സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകളുടെ P-15B ക്ലാസ്സിലെ 4ാമത്തെയും അവസാനത്തെയും കപ്പലാണിത്. പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് തദ്ദേശീയമായി വികസിപ്പിച്ച പരിഹാരങ്ങൾ ഉപയോഗിച്ച് നാവികസേനയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രാപ്തമാക്കിയ യുദ്ധക്കപ്പലായിരിക്കും സൂറത്ത്. അതുപോലെ തന്നെ MDL കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഗാർഡർ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന 7 P-70A ഫ്രിഗേറ്റുകളിൽ ആദ്യത്തേതാണ് നീലഗിരി. ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സമീപകാല സംഭവ വികാസങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഈ കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്നത്. ഇതുകൂടാതെ കാര്യമായ തദ്ദേശീയമായ ഉള്ളടക്കങ്ങളോടെ റഷ്യയിൽ നിർമ്മിച്ച നവീകരിച്ച ക്രിവാക് 3 ക്ലാസ് ഫ്രിഗേറ്റായ INS തുഷിൽ ഫെബ്രുവരി പകുതിയോടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ ഈ കൂട്ടിച്ചേർക്കലുകൾ നാവികസേനയെ നവീകരിക്കുന്നതിനും IOORലെ ശക്തമായ സാന്നിധ്യം നിലനിർത്തുന്നതിനും സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക സ്ഥിരതയ്ക്ക് സംഭാവന നൽകുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു. തദ്ദേശീയ ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ GTRE ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതായത് ഇന്ത്യയുടെ തേജസ് മാർക്ക് 1A ഫൈറ്റർ ജെറ്റുകളിൽ നിലവിലുള്ള F404 എഞ്ചിനുകൾക്ക് പകരമായി ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ സ്ഥാപിക്കുന്നതിനുള്ള വമ്പൻ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ GTRE മുന്നോട്ട് പോകുന്നത്. അതായത് GTRലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഒരു ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡിൽ ആഫ്റ്റർ ബേർണർ വിഭാഗമുള്ള ട്രൈ കാവേരി എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞാൽ കാവേരി എഞ്ചിന്റെ കൂടുതൽ ശക്തമായ 90 KN വേരിയന്റ് വികസിപ്പിക്കുന്നതിന് GTRE സർക്കാരിന്റെ ധനസഹായം തേടും. അതായത് അടുത്ത ദശാബ്ദത്തിനുള്ളിൽ തേജസ് മാർക്ക് 1 ഫൈറ്റർ ജെറ്റുകളിൽ നിലവിലുള്ള F404 എഞ്ചിനുകൾക്ക് പകരമായി ഈ മെച്ചപ്പെടുത്തിയ എഞ്ചിനാണ് വരുന്നത്. ഈ വികസനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് നിലവിലുള്ള ട്രൈ കാവേരി എഞ്ചിനേക്കാൾ 20 മുതൽ 25% കൂടുതൽ ത്രസ്റ്റ് സൃഷ്ടിക്കാൻ കഴിവുള്ള പുതിയ തലമുറ കാവേരി എഞ്ചിനുകൾ സൃഷ്ടിക്കുക എന്നതാണ്. നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാവേരി എഞ്ചിന്റെ കോർ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് ഈ വർദ്ധിത ശക്തി കൈവരിക്കുക. അടുത്ത 7-8 വർഷത്തിനുള്ളിൽ 220 തേജസ് മാർക്ക് 1A ജെറ്റുകൾ ഉൾപ്പെടുത്താനാണ് ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നത്. 2035ഓടെ ഈ ജെറ്റുകൾ മിഡ് ലൈഫ് നവീകരണത്തിന് വിധേയമാകുന്നതിനാൽ വിമാനത്തിന്റെ പ്രൊജക്ട് സർവീസ് ലൈഫിനുള്ളിൽ F404 എഞ്ചിനുകൾക്ക് പകരമായി പുതിയ കാവേരി എഞ്ചിൻ ഉദ്ദേശിക്കുന്നു. F04 എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ചൂടുള്ള സാഹചര്യങ്ങൾ 7 മുതൽ 8% വരെ പവർ ഡിഗ്രഡേഷൻ കാവേരി എഞ്ചിൻ നൽകുന്നു. കാവേരി എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. ഇന്ത്യയുടെ പ്രവർത്തന ആവശ്യങ്ങൾക്കനുസൃതമായ കൊടും ചൂടിലും ഉയർന്ന ഉയരത്തിലുള്ള അന്തരീക്ഷത്തിലും പോലും അതിന്റെ ത്രസ്റ്റ് ശേഷി നിലനിർത്തുന്നു. അതുപോലെ തന്നെ ഈ ട്രൈ കാവേരി എഞ്ചിൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ ഉൾപ്പെടെയുള്ള പ്രധാന എഞ്ചിൻ പദ്ധതികളുടെ വികസനത്തിൽ ഒരു അത്യാധുനിക സൗകര്യവും GTRE ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞു. ബാംഗ്ലൂരുവിലെ രാജൻ കൊണ്ടയിൽ 130 KN ഇരട്ട എഞ്ചിൻ ടെസ്റ്റ് ബെഡ് ഫെസിലിറ്റിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 130 KN വരെ ത്രസ്റ്റ് ലെവലുകളുള്ള എഞ്ചിനുകളെ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പുതിയ ടെസ്റ്റ് ബെഡ് സൗകര്യം ഉയർന്ന പ്രകടനമുള്ള ജെറ്റ് എഞ്ചിനുകളുടെ കർശനമായ പരിശോധനയ്ക്കും മൂല്യനിർണ്ണയത്തിനും ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ AMCയെ സംബന്ധിച്ചിടത്തോളം ഈ രാജൻകുണ്ഡ് ടെസ്റ്റ് ബെഡ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. കാരണം ഈ 5ാം തലമുറ AMC എഞ്ചിൻ എന്ന് പറയുന്നത് ഏകദേശം 110 KN ത്രസ്റ്റ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഉയർന്ന ഉയരവും സൂപ്പർസോണിക് പ്രകടനവും ഉൾപ്പെടെയുള്ള യുദ്ധത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥകളെ നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഈ സൗകര്യത്തിൽ വിപുലമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ മറ്റൊരു നേട്ടം കൂടി ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ തേജസ് മാർക്ക് 1 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിനുള്ള ഉയർന്ന ത്രസ്റ്റ് 404 IN-20 എഞ്ചിനുകളുടെ വിതരണത്തിലെ കാലതാമസം പരിഹരിക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കത്തിൽ ജനറൽ ഇലക്ട്രിക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഒരു ഇടക്കാല പരിഹാരം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് കൊറിയൻ KI LMTAS T50 അഡ്വാൻസ്ഡ് ട്രെയിനർ അല്ലെങ്കിൽ ലൈറ്റ് ഫൈറ്റർ എന്നിവയ്ക്കായി സാംസങ് ടെക്വിൻ നിർമ്മിക്കുന്ന ലോവർ ത്രസ്റ്റ് F-04 GE-102 എഞ്ചിനുകൾ ഉപയോഗിക്കാനാണ് GE ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. F-04 GE-102 എഞ്ചിനുകൾ ആഫ്റ്റർ ബേണറിനൊപ്പം പരമാവധി 78.7 kN ത്രസ്റ്റ് വാഗ്ദാനം ചെയ്തു. ഇത് തേജസ് മാർക്ക് 1A പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്ന F-04 IN-20 എഞ്ചിനുകൾ നൽകുന്ന 84 kN അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ HALന്റെ ഇപ്പോഴത്തെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി F-04 IN-20 എഞ്ചിനുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് വരെ ഈ എഞ്ചിനുകൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അളവായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ എഞ്ചിനുകൾ ലഭ്യമായി കഴിഞ്ഞാൽ ലോവർ ത്രസ്റ്റ് പതിപ്പുകൾ മാറ്റാനും കഴിയും. HAL ഈ എഞ്ചിനുകൾ നേരിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല, എന്നാൽ താൽക്കാലികമായി അവ ഉപയോഗിക്കാനും കഴിയും. അങ്ങനെ തേജസ് മാർക്ക് 1യുടെ ഉൽപാദനവും ഡെലിവറി ഷെഡ്യൂളും ലോവർ ത്രസ്റ്റ് വേരിയന്റിനോട് ദീർഘകാല പ്രതിബദ്ധതയില്ലാതെ നിലനിർത്താൻ സാധിക്കും. അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിന് തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങൾ സമയത്ത് തന്നെ ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.